മാത്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടായത്, ഡിഫറൻഷ്യബിലിറ്റി, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് അല്ലേ. ഇനി ഒരു ഡിഫറൻഷ്യബിലിറ്റീൻ്റെ പ്രോബ്ലം കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം നോക്കിയാൽ, ചെക്ക് the differentiability of f of z is equal to square root of modulus x into y at origin. നമ്മളുടെ f of z is equal to square root of modulus of x into y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം? ആദ്യം തന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പുതിയൊരു ഫോം കണ്ടുപിടിക്കും. ആ ഫോമിൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അത് മാറിപ്പോകാൻ പാടില്ല. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് അത്. പ്രോബ്ലം ചെയ്യുമ്പം നമ്മൾ കണ്ടിന്യൂറ്റീൻ്റെ കേസിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, തന്ന ആ ഒരു ഫംഗ്ഷന് ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് ഉണ്ടോന്നിൻ്റെ കാര്യം ചെക്ക് ചെയ്യും. ഇവിടെ ഡിഫറൻഷ്യലിൻ്റെ ആ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ എന്താ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ആ ഒരു ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട്. അപ്പം ഇവിടെ എന്താണ് z നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഇത് സിംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് 0 നമുക്ക് അറ്റ് ഒറിജിനലത്തെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. ആ ഒരു ഡിഫറൻഷ്യബിലിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ z നോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Now f dash of 0 is equal to limit z tends to 0 f of z minus f of 0 divided by z minus 0. Now apply f of z is equal to root modulus of xy in terms of f of z. So this is equal to limit z tends to 0 root modulus of root modulus of x into y minus 0 divided by x plus iy. But this is equal to f dash of 0 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം എന്ത് കിട്ടി, റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് മോഡുലസിൻ്റെ ഇതിൻ്റെ എന്നോട് എഴുതാൻ വിട്ടുപോയതാണ്. റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് ലിമിറ്റ് അപ്ലൈ എങ്ങനെയായിരുന്നു, എലോങ് എക്സ് ആക്സിസ് ചെക്ക് ചെയ്യുക, എലോങ് വൈ ആക്സിസ് ചെക്ക് ചെയ്യാം. രണ്ടിലും ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. സപ്പോസ് രണ്ടിടത്തും ഈക്വൽ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അടുത്തൊരു പാത്തായ y ഇസ് ഈക്വൽ ടു mx കൂടി കൺസിഡർ ചെയ്യും. അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ലിമിറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ എലോങ് എക്സ് ആക്സിസിലും എലോങ് വൈ ആക്സിസിലും നമ്മുടെ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എലോങ് വൈ ആക്സിസ് limit x is equal to 0 y tends to 0 f dash of 0 this is equal to limit x is equal to 0 y tends to 0. നമ്മുടെ f dash of 0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോഡ് x into y divided by x plus iy. പിന്നെ എന്ത് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണോ നമ്മൾ x കാണുന്നത് അവിടെ എന്ത് ചെയ്യാം, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്കൊരു x ഉണ്ട്, അവിടെ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം ലിമിറ്റ് y tends to 0 റൂട്ട് ഓഫ് മോഡ് 0 into y divided by 0 plus iy എന്ന് കിട്ടി. This is equal to limit y tends to 0 0 divided by iy. That means this is equal to 0. That is along y axis we get 0 and along x axis we take along x axis. Along x axis എന്ന് പറയുമ്പോൾ limit x tends to 0 y is equal to 0 f dash of 0. This is equal to limit y equal to 0 and x tends to 0 root of modulus of x into y divided by x plus iy. ഇനി എന്താ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണോ y കാണുന്നത് അവിടെ നമ്മൾ y is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. This is equal to limit x tends to 0 മുകളിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0 വരും divided by x plus 0. That means this is equal to 0. So നമുക്ക് എന്ത് കിട്ടി, along x axis and along y axis we get the limit 0. Now we check along y is equal to mx. y is equal to mx എന്ന് പറയുന്ന ആ ഒരു ലൈൻ കൂടി നമുക്കിനി കൺസിഡർ ചെയ്യണം. സോ
Now we apply limit along y is equal to mx. This is equal to limit x tends to 0 and y is equal to mx f dash of 0. This is equal to limit x tends to 0. ഇനി നമ്മുടെ എവിടെയാണോ y കാണുന്നത് അവിടെ y is equal to mx ന്റെ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. This is equal to root of modulus of x into mx divided by x plus I into mx. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മുകളിൽ എന്താണ് എക്സ് ഇൻറ്റു എം എക്സ് ആണുള്ളത്. അപ്പം അതിനെ എം ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എം. ആൻഡ് ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് ഒരു എക്സ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ ആ എക്സിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം. അപ്പം ഇതെന്താണ് ഒരു സ്ക്വയർ റൂട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയറും ഉള്ള ടേമാണ് എക്സിന്റെ വരുന്നത്. അപ്പം സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് നമ്മൾ ആ എക്സ് സ്ക്വയറിനെ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പുറത്തേക്ക് വരുമ്പോൾ അത് എക്സ് ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള ടേം റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എം വരും. ഡിനോമിനേറ്റർ ആയിട്ട് എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം വരും. അപ്പോൾ ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയുക. ബാക്കി നമുക്ക് റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം കിട്ടും. ദാറ്റ് മീൻസ് എന്താണ് എലോങ് വൈ ആക്സിസിൽ നമുക്ക് റൂട്ട് മോഡുലസ് ഓഫ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാത്തായ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ ആ എമ്മിനെ നമ്മൾ ഈ ഒരു ലിമിറ്റ് ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താ? ഇവിടെ ഓരോരോ എമ്മിനനുസരിച്ച് കറസ്പോണ്ടിങ് ടു എവറി എം വി ഗെറ്റ് ഡിഫറെൻറ്റ് ലിമിറ്റ്. നമുക്ക് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ലിമിറ്റ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. So we can conclude that at f dash of 0 എന്താണ് limit does not exist, and we also conclude that f dash of 0 does not exist. അതായത് at ഒറിജിൻ്റെ അകത്ത് നമുക്ക് എന്തില്ല ഡിഫറൻഷ്യബിലിറ്റി കിട്ടുന്നില്ല. ക്ലിയർ ആയല്ലോ ഈ പ്രോബ്ലം പറഞ്ഞത്? ഒന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞാട്ടെ, ഒന്ന് കമൻറ്റ് ചെയ്യേ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഞാൻ ഇത് സ്ക്രീനിൽ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഓക്കെ, അനുസരിക്ക് മാത്രമാണോ ക്ലിയർ? ബാക്കി ആയിരിക്കും ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയി തന്നെ പറയൂ കുട്ടികളെ, എന്നാലും എനിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പറ്റും. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. പക്ഷേ എന്താണ് വളരെ സിമ്പിളാണ്. നമ്മൾ ആകെ 3 കേസസ് മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ 2 കേസസ് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ചിലപ്പം 3 കേസും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ലിമിറ്റ് ഡിഫറൻറ്റ് ആണെങ്കിൽ രണ്ട് സ്റ്റെപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിർത്തിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. സെയിം ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള y ഈക്വൽ ടു mx എന്ന് പറയുന്ന പാത്തിലേക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. അവിടെയും ഡിഫറൻറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അവിടെ ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ലിമിറ്റ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മാപ്പിങ്ങിൻ്റെ അകത്തേക്ക് പോവാം. മാപ്പിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ അവിടെ എന്താ പറയുക പെൻഡിങ്ങിൽ വെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കട്ടെ. ഇപ്പം 2 കുറച്ച് ടഫായിട്ട് തോന്നുന്ന പ്രോബ്ലംസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞു തരാം. നോക്കിയട്ടെ, ദ പ്രോബ്ലം mod z minus 1/2 less than or equal to 1/2 omega equal to 1/z. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി സർക്കിൾ mod z minus 1/2 less than or equal to 1/2 അണ്ടർ ദി മാപ്പ് omega equal to 1/z. നമുക്ക് സർക്കിളിന്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? അണ്ടർ ദി മാപ്പ് omega equal to 1/z. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അറിയാവുന്ന വാല്യൂ ആയ z is equal to x plus iy എന്നുള്ള കാര്യം തന്ന ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതായിരുന്നു നമ്മളെ സർക്കിളിന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ അണ്ടർ ദി മാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മാപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിന് സംഭവിക്കുന്ന ആ ഒരു ഇമേജിന്റെ ചേഞ്ച് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ വി ഫസ്റ്റ് പുട്ട് z is equal to x plus iy in equation modulus of z minus 1/2 less than or equal to 1/2.
that is equal to modulus of x plus iy minus 1 by 2, which is less than or equal to 1 by 2, is equal to modulus of x minus 1 by 2 plus I into y less than or equal to 1 by 2. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, z is equal to x plus iy എന്നുള്ള കാര്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഈ മോഡുലസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്, there exist two type of real part and one type of imaginary part. So we എന്താ ആഡ് ചെയ്യുക, രണ്ട് എവിടെയൊക്കെയാണോ നമ്മുടെ റിയൽ പാർട്ട് കാണുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതുക, ബാക്കി ഇമാജിനറി പാർട്ടിനെ വേറെ തന്നെ മാറ്റി എഴുതുക. സോ ഇവിടെ ഒരു എക്സ് ഉണ്ട് റിയൽ പാർട്ടായിട്ട്, ഇവിടെ വന്നിട്ട് ഒരു -1/2 ഉണ്ട് റിയൽ പാർട്ടായിട്ട്. റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഐ എലോങ് എന്താ പറയുക ആ ഒരു ഫംഗ്ഷന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന്റെ കൂടെ ഐ വരുന്ന കേസാണ് നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഐ ഇല്ലാത്ത കേസാണ് നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എക്സും ഉണ്ട് -1/2 ഉണ്ട് ഐ ഇല്ലാത്തൊരു ടേംസ് ആയിട്ട്. സോ വി combine these two terms and we get modulus of x minus 1/2 plus പിന്നെ ഇവിടെ ഒരു ഇമാജിനറി പാർട്ട് ഉണ്ട്, അതിന് അങ്ങനെ ഞാൻ എടുത്തെഴുതി iy which is less than or equal to 1/2. അപ്പം ഇനി എന്താണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞത് എക്സ് പ്ലസ് iy കാര്യമായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് പുതിയൊരു കോംപ്ലക്സ് നമ്പറാണ് ഈ ഒരു മോഡുലസിന്റെ ഉള്ളിൽ കിട്ടിയത്. എന്താണ്, x minus 1/2 റിയൽ പാർട്ടായിട്ടും y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടായിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ് ഇപ്പൊ ഈ മോഡുലസിനുള്ളിലുള്ളത്. ഇനി ഈ ഒരു മോഡുലസിന്റെ ആണ് ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, മോഡുലസ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ഈ z is equal to x plus iy, then modulus of z is equal to root of x square plus y square. This implies we get എന്താണ് root of x minus 1/2 whole square plus y square. അതാണ് നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പം നമ്മുടെ ഈ ഒരു സ്ക്വയർ റൂട്ട് ഇവിടെ വെച്ചതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ വി സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എന്താ, ഇവിടെ രണ്ട് ഭാഗത്തും സ്ക്വയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ സ്ക്വയറും ഈ സ്ക്വയർ റൂട്ടും കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് x minus 1/2 whole square plus y square കിട്ടും, which is less than or equal to 1/4 കിട്ടും. അപ്പം ഇതെന്താണ്, ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനാ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, a minus b ഹോൾ സ്ക്വയർ വെച്ചിട്ട്. അപ്പം a square minus 2ab plus b square എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് സ്ക്വയറിന് അങ്ങ് എക്സ്പാൻഡ് ചെയ്തെടുക്കും. നോക്കിയാൽ എക്സ് സ്ക്വയർ minus 2 into x into 1/2 plus 1/4 plus പിന്നെ ബാക്കിയുള്ള y സ്ക്വയറും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കും. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് ജസ്റ്റ് ഇവിടെ എന്ത് മാത്രം വരും, -x വരും. ബാക്കിയുള്ള ടേംസിന് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതി കൊടുക്കുക, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 പ്ലസ് y സ്ക്വയർ. പിന്നെ എന്ത് ചെയ്ത് ഇവിടെയുള്ള ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള 1/4 എന്തായി, -1/4 ആയി. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് എന്താ, ഇവിടെ ഒരു 1/4 ഉണ്ട്, ഇവിടെ ഒരു -1/4 ഉണ്ട്. രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയപ്പം നമുക്ക് ജസ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ കിട്ടിയത് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തിട്ടെ നിങ്ങൾ. ആ ഇക്വേഷൻ കിട്ടിയത് വരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ചോദിച്ചത് അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു 1/z ആണ്. അപ്പൊ ഞാൻ ഈ ഒരു കേസ്, അതായത് നമ്മുടെ ഈ ഒരു കൺഫോമൽ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു 1/z പറയുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് u സ്ക്വയർ പ്ലസ് വി സ്ക്വയറും വൈ എന്ന് പറയുന്നത് -v/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 2-3 ക്ലാസ് മുന്നേ പറഞ്ഞത്, എന്തായാലും ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. എന്താണ്, അണ്ടർ ദി മാപ്പിൽ നമ്മൾ അവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് എക്സിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് യു ആൻഡ് ബി. അതുപോലെ തന്നെ വൈക്ക് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് യു ആൻഡ് ബി.
അത് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പേജ് മറിച്ച് നോക്കാം. നോട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അണ്ടർ ദി മാപ്പ് y ഈസ് ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു 1/z എന്ന് പറയുന്ന ആ ഒരു മാപ്പിൽ നമുക്കിത് അങ്ങനെ രണ്ട് എക്സിന്റെയും വൈൻ്റെയും ടേംസ് ഞാൻ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഇനി നമ്മൾ ആ ഒരു റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് അണ്ടർ ദി മാപ്പിൽ എക്സിന്റെയും വൈൻ്റെയും വാല്യൂ അറിയാം. ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ 1ന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ വി ഗെറ്റ് എന്താ കിട്ടുന്നത്, ഇതാ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ. അപ്പം എക്സ് എന്ന് പറയുന്നത് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ് നമുക്കറിയാം. അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വന്നു, മൈനസ് പിന്നെയോ എക്സ് എന്ന് പറയുന്നത് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആൻഡ് പ്ലസ് പിന്നെയോ വൈ എന്ന് പറയുന്നത് മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പോൾ അതിനൊരു സ്ക്വയറും കൂടിയുണ്ട് നമ്മൾ ഇക്വേഷനിൽ, അത് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ ഇനിക്വാളിറ്റി ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അവിടെ പുട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഈ ഒരു സ്ക്വയറിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പം യു സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ദ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും ഡിനോമിനേറ്റർ എന്താണ്, ഈക്വൽ ആണ്. ബട്ട് എന്താ നടുക്കുള്ള ഈ ഒരു ടേമിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒരു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഏത് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ പറ്റാൻ നോക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്ന ടേമിന്റെ കുറവാണുള്ളത് ഈ നടുക്കുള്ള ഈ ഒരു ടേമിന്റെ ഡിനോമിനേറ്ററിന്റെ അകത്ത്. അപ്പൊ അതെന്ത് ചെയ്യുക, മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താകും, നമ്മുടെ ഡിനോമിനേറ്റർ മൂന്ന് ടേംസിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് നമുക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റും. പിന്നെയോ ബാക്കി മുകൾ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാ വരിക, ഇവിടെയുള്ള യു സ്ക്വയർ വരും. പിന്നെയോ ഇവിടെയാണ് നമുക്ക് ഡിനോമിനേറ്ററിന്റെ എന്താ ചേഞ്ച് വരുന്നത്. അപ്പം യുവിനോട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത കാര്യം ഞാൻ ഇവിടെ എഴുതി കൊടുത്തു. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ വി സ്ക്വയർ ഉള്ളത്. ആ വി സ്ക്വയറിന് എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അങ്ങ് എഴുതി കൊടുത്തു. ബാക്കി ഇനിക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെ എഴുതി കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി എന്താ ചെയ്യുന്നത് നോക്കിയാൽ ഇവിടെയുള്ള യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഹോൾ സ്ക്വയറിനെ നമ്മൾ ഈ ഒരു 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം എന്താവും, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് 0 ആയിട്ട് പോകും. ബാക്കിയുള്ള ടേമായിട്ട് ഈ ഡിനോമിനേറ്റർ മാത്രം ഈ ന്യൂമറേറ്റർ മാത്രം അവശേഷിക്കും. അപ്പം അതിനെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് എഴുതാം. നോക്കിയാൽ ഇവിടെയുള്ള യു സ്ക്വയറിനെയും ഇവിടെയുള്ള വി സ്ക്വയറിനെയും ഒരുമിച്ച് എഴുതി ബാക്കിയുള്ള ടേംസിന് അങ്ങനെ എഴുതി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, രണ്ട് ടേംസിൻ്റെ അകത്തും എന്താണ് ഇതിനൊരു ഫസ്റ്റത്തെ ഈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിനെ ഒരു ടേമായിട്ട് കൺസിഡർ ചെയ്യാം. ബാക്കി മൈനസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിനെ അടുത്തൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താ, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിനെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. പിന്നെയോ ബ്രാക്കറ്റിൽ എന്ത് വരും, 1 മൈനസ് യു എന്ന് വരും. ഇവിടെ 1 അവശേഷിക്കും, ഇവിടെ ഒരു യു അവശേഷിക്കും. അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 മൈനസ് യു എന്ന് പറഞ്ഞിട്ട് എഴുതി, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇവിടെ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഒരിക്കലും 0 ആവില്ല. കാരണം എന്താ, രണ്ടും സ്ക്വയേഴ്സുകളാണ്. സ്ക്വയേഴ്സിന്റെ സമ്മ ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആകെയുള്ള ചാൻസ് എന്ന് പറയുന്നത്, 1 മൈനസ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് 0 അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 0-നോട് കൂടിയിട്ട് ഇൻറ്റു 1 യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പം ഈ ടേംസ് എന്ത് മാത്രമായിട്ട് അവശേഷിക്കും, 1 മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് വരും. ദാറ്റ് മീൻസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും നമുക്ക്. അതായത് നമുക്കിപ്പോൾ തന്നെ സർക്കിൾ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, സർക്കിൾ ഇതൊരു സെഡ് പ്ലെയിനിലെ സർക്കിൾ ആണ്. വിത്ത് സെന്റർ എന്ന് പറയുന്നത് 1/2 0യും റേഡിയസ് എന്ന് പറയുന്നത് 1/2. ആ ഒരു സർക്കിളിന്റെ ഇന്റീരിയർ പോർഷൻ ആണ് നമുക്ക് തന്ന ഇമേജ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/z എന്ന് പറയുന്ന ആ ഒരു മാപ്പിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒമേഗ പ്ലെയിനിൽ കിട്ടുന്നത് എന്താണ്, യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് ഇമേജ്. യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡഡ് റീജിയനാണ് വരിക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ യു ഈക്വൽ ടു 1 എന്താന്ന് നോക്കുക. ഇവിടുത്തെ എന്താണ്, റിയൽ പാർട്ടാണ് യു, ഇമാജിനറി പാർട്ടാണ് വി. അപ്പം യു ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു വെർട്ടിക്കൽ ലൈനാണ് അല്ലേ. ആ ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് യു ഈക്വൽ ടു 1 കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും നമുക്ക് കിട്ടുക. അതിനേക്കാളും വലുത്, അപ്പോൾ അതിനേക്കാളും വലുത് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡഡ് റീജിയൻ വരിക, ഈ 1
5 ഇപ്പുറത്തേക്ക് 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡഡ് റീജിയൻ വരിക. അതായത് നമുക്ക് തന്ന ഈ ഒരു സർക്കിളിന് നമ്മുടെ 1/z എന്ന് പറയുന്ന ആ ഒരു മാപ്പ് ചെയ്യുന്നത് u ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്ലെയിനിലേക്കാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം? ഒന്നും ചെയ്യാണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു അണ്ടർ ദി മാപ്പിൽ എക്സിനും വൈക്കും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് ബി ഉള്ള ആ ഒരു റിസൾട്ട് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ബാക്കി ഈ ഒരു പ്രോബ്ലം സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിനോ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ക്ലിയർ ആയിനോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആയെന്ന് പറയാവേ. വോയിസിന് ക്ലിയർ ആണോ? വോയിസ് മൂന്ന് കുട്ടിക്ക് മാത്രമാണോ ക്ലിയർ ആയത്? ബാക്കി ആർക്കും ക്ലിയർ ആയിട്ടില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും റെസ്പോണ്ട് ചെയ്യാത്തെ? റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഞാൻ അറ്റൻഡൻസ് ഇടുന്ന ഒരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞ നിങ്ങളോട്. ഓക്കെ, 3 കുട്ടികൾ മാത്രമേ ക്ലാസ്സിലുള്ളൂ, അവർക്ക് മാത്രമേ ഞാൻ ഈ ഒരു അവർ അറ്റൻഡൻസ് തരുള്ളൂ. ക്ലിയർ ആയിട്ട് തന്നെയാണോ പറയുന്നത്? ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലേക്ക് കൂടിയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് തന്നത് ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ പ്ലെയിനിലെ ഇമേജ് കാണാനാണ് പറഞ്ഞത്. അപ്പം ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഒരു ലൈന് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അണ്ടർ ദ മാപ്പ് ഒമേഗ ഈക്വൽ ടു 1/z എന്താണ് സംഭവിക്കുന്നതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ പ്രത്യേകിച്ചൊന്നും റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈൻ്റെയും എക്സിൻ്റെയും ടേംസ് ആയിട്ട് ആ യുവിൻ്റെയും വിൻ്റെയും ടേമുള്ള ആ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ലൈൻ y മൈനസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 അണ്ടർ ദ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു 1/z. നമുക്ക് ഈ ഒരു ലൈനിന്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു 1/z. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് തന്ന ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക y മൈനസ് എക്സ് പ്ലസ് 1. ഇവിടെ എന്തെല്ലാം സെഡിന്റെ ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് ഐ വൈ ഒന്നും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലാണുള്ളത്, എവിടെയും ക്യാൻസൽ ആക്കാനൊന്നും ഒരു പാർട്ട് പോലും ഇല്ല. അപ്പം ഇതാണ് നമ്മുടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. ഈ ഒരു ഫോമിൻ്റെ അകത്തേക്ക് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറും y ഇസ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്ന ഈ രണ്ട് ടേംസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയാട്ടെ, വൈക്ക് പകരം മൈനസ് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഞാൻ കൊടുത്തു. പിന്നെയോ മൈനസ് അടുത്ത എക്സിന് പകരം യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെയോ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. ഈ ഒരു കേസിൽ ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അവിടത്തേക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടോ കോമൺ ആയിട്ട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ എടുക്കുക. അപ്പം ഡിനോമിനേറ്റർ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആയിട്ട് കിട്ടി. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താ, ആദ്യത്തെ മൈനസ് വി ഇവിടെ തന്നെ എഴുതി കൊടുത്തു. പിന്നെ മൈനസ് യു എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം ആയിട്ട് എഴുതി കൊടുത്തു. ബാക്കി ഇവിടെ 1 ഉള്ളത്, അതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് അതിനോട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അവിടുത്തെ ന്യൂമറേറ്റർ ആയിട്ട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറും അങ്ങ് എഴുതി കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതെന്താ, ഇവിടെയുള്ള യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിനെ നമ്മൾ 0 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്, അതങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് ഈ ഒരു ന്യൂമറേറ്റർ മാത്രം അങ്ങ് അവശേഷിക്കും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് വി മൈനസ് യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ഏതൊക്കെയോ രണ്ട് ടേംസുകൾ ആഡ് ചെയ്തിട്ടും സബ്സ്ട്രാക്ട് ചെയ്തിട്ടും നമുക്ക് അതിനൊരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കാം. നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നതാണ് കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കണ്ടാൽ എന്താണ്, ഇവിടെ ഒരു യു സ്ക്വയറിന്റെ ടേം ഉണ്ട്, മൈനസ് യുവിന്റെ ടേം ഉണ്ട്. അപ്പോൾ അതിനെ യു പ്ലസ് എ ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു 1/2 സ്ക്വയർ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 ഒരു സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്തു. അതിനൊപ്പം തന്നെ എന്ത് ചെയ്തു, ആ 1/2 സ്ക്വയറിനെ അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തു. കാരണം എന്താ, നമ്മുടെ ആ ഒരു ടേംസിന് വാല്യൂല് ചേഞ്ച് വരാതിരിക്കും. സെയിം വേ എന്താണ്, ഇവിടെ ഒരു വി സ്ക്വയർ ഉണ്ട്, ഒരു മൈനസ് വി ഉണ്ട്. അതിനെ കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് വി പ്ലസ് ബി ഹോൾ സ്ക്വയറിനോ അല്ലെങ്കിൽ വി മൈനസ് ബി ഹോൾ സ്ക്വയറിനോ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, അവിടെയും ഒരു 1/2 ഹോൾ സ്ക്വയർ
ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കറസ്പോണ്ടിങ് ആയിട്ട് 1/2 ഹോൾ സ്ക്വയർ എന്ത് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിനെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? യു സ്ക്വയർ മൈനസ് യു പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? യു മൈനസ് 1/2 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. സിമിലർ വേ ഇതോ വി സ്ക്വയർ മൈനസ് വി പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വി മൈനസ് 1/2 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ബാക്കി എന്ത് വരും? ഒരു മൈനസ് 1/2 ഹോൾ സ്ക്വയറും പിന്നെ വീണ്ടും ഒരു മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് കിട്ടും. അതിനെന്ത് ചെയ്യാം? ജസ്റ്റ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണെന്നറിയാം. അപ്പം രണ്ട് നെഗറ്റീവ് 1/4 വരും. അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എന്താക്കി? മൈനസ് ഓഫ് 1/4 പ്ലസ് 1/4 എന്ന് വെച്ച് മാറ്റി എഴുതി. അതായത് ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? യു മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വി മൈനസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 പ്ലസ് 1/2 1/4 പ്ലസ് 1/2 ദിസ് ഇസ് ഈക്വൽ ടു 0. ഈ ഒരു 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 ആണല്ലേ. ഡിനോമിനേറ്റർ രണ്ടിന്റെയും 4 ആണ്. അപ്പം 2/4 കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 1/2. ദാറ്റ് മീൻസ് യു മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വി മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി എഴുതാം. ഇതെന്താണ്? യു മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വി മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/√2 ഹോൾ സ്ക്വയർ. അതായത് ഇതെന്താണ്? 1/2 എന്ന് പറയുന്ന ആ ഒരു സെന്റർ വിത്ത് റേഡിയസ് 1/√2 ആയ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതായത് ലൈന് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഒരു സർക്കിളിന്റെ അകത്തേക്കാണ്. ഞാൻ നേരത്തെ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? ഇമേജ് ഓഫ് എ സർക്കിൾ ഓഫ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻവേഴ്സിന്റെ കേസിൽ, അതായത് ഒമേഗ ഈക്വൽ ടു 1/z പറയുന്ന ആ ഒരു മാപ്പിന്റെ കേസിൽ എങ്ങോട്ട് തന്നെയായിരിക്കും? അത് നമ്മുടെ സർക്കിളിലേക്കോ സ്ട്രേറ്റ് ലൈനിലേക്കോ തന്നെയായിരിക്കും. അപ്പൊ നമ്മളിപ്പം എന്താ കൺസിഡർ ചെയ്തത്? ഒരു ലൈന് കൺസിഡർ ചെയ്തപ്പം അതിന്റെ ഇമേജ് ആയിട്ട് നമുക്ക് ഒരു സർക്കിൾ കിട്ടി വിത്ത് സെന്റർ 1/2 ആൻഡ് റേഡിയസ് 1/√2 എന്ന് കിട്ടി. ക്ലിയർ ആണോ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? ക്ലിയർ ആണോ? ഓക്കെ. അപ്പം രണ്ട് കുറച്ചെന്താ ടഫ് തോന്നുന്ന പ്രോബ്ലംസ് നമ്മളിപ്പോൾ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുറച്ച് പ്രോബ്ലംസ് കൂടി ഒന്ന് നോക്കാന്ന്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ് നമ്മുടെ ഈ അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു 1/z എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പറയുന്ന ആ ഒരു റീജിയന്റെ ഇമേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം അണ്ടർ ദി മാപ്പ് എന്ന് പറയുമ്പം ഒമേഗ ഈക്വൽ ടു 1/z തന്നെ. അപ്പം അവിടുത്തെ ആ ഒരു കേസിൽ എക്സ് എന്ന് പറയുന്നത് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ അതിന്റെ കാര്യം നമുക്കറിയാം. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൊടുത്തു. ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു കിട്ടും. ഇതെന്താണ്? ഈ യുന ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പം യു സ്ക്വയർ മൈനസ് യു പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ അകത്ത് നമുക്കൊരു യു സ്ക്വയർ കാണാൻ പറ്റും, ഇതിനൊരു യു കാണാൻ പറ്റും. അതിനൊരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സ്ക്വയർ ആയിട്ട് ആഡും ചെയ്ത് കൊടുത്തു. അതിനെ എന്താ പറയുക, വാല്യൂ ചേഞ്ച് വരാതിരിക്കാൻ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ആഡ് ചെയ്ത് കൊടുത്തു. അത് തന്നെയാണ് എന്ത്? ലെഫ്റ്റ് ഭാഗത്ത് ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് ലെഫ്റ്റിലും റൈറ്റിലും സെയിം വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പം യു സ്ക്വയർ മൈനസ് യു പ്ലസ് 1/4 പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ എക്സ്പാൻഷനെ മാറ്റിയിട്ട് എഴുതിയ സമയത്ത് എന്ത് കിട്ടി? മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. അതായത് എന്താ? ഇത് ഒരു സർക്കിൾ ആണ് വിത്ത് സെന്റർ 1/2 0 ആൻഡ് റേഡിയസ് 1/2. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു 1/z എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മാപ്പിന്റെ കേസിൽ നമുക്ക് എന്ത് മാത്രമേ നോക്കണ്ടൂ? ആ എക്സിന്റെയും വൈന്റെയും ടേംസ് ഓഫ് യു ആൻഡ് വി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തരുന്ന ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് എത്തിയിട്ട് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എന്താണ് ഇമേജ് എന്നുള്ള കാര്യം കിട്ടും. അതെന്തറിയണം? ഈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നെല്ലാം പറയുന്നത് സർക്കിളിന്റെയും ആ ഇന്റീരിയർ ഓഫ് ദി സർക്കിളാണ് അല്ലെങ്കിൽ എലിപ്സ് ആണ് അല്ലെങ്കിൽ ഹൈപ്പർബോളയാണ് പാരബോളയാണ് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയെങ്കിൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക്
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്നുമില്ല, സിമ്പിളാണ്. എന്നിട്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. ക്ലിയർ അല്ലേ ഈ ഒരു കാര്യം? നിങ്ങളൊന്ന് എന്തായാലും വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, അറിയാന്ന് പറ്റി ഇരിക്കാൻ പാടില്ല. ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ആയിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തിരുന്നത്. നമ്മുടെ സിലബസ് കംപ്ലീഷൻ്റെ ടൈം കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അഥവാ ഇങ്ങനെയൊരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ലേ മോശമല്ലേ? അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഇങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയിനോ ഈ പ്രോബ്ലം പറഞ്ഞത്? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ, കമൻറ്റ് ചെയ്താ പ്രോബ്ലം സിമ്പിൾ അല്ലേ ഈ ഒരു പ്രോബ്ലം എല്ലാം? ഓക്കെ, ഇനി ഇത് വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കിക്കോ. അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നതാണ്. എങ്ങനെയാണ് ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതിൻ്റെ കാര്യം, അതായത് ഇമേജ് കിട്ടുന്നതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം ഒന്നും കൂടി നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പറഞ്ഞു തരുന്നത്. നോക്കിയാട്ടെ, സ്കെച്ച് ഓർ ഗ്രാഫ് ദി ഗിവൺ റീജിയൻ ആൻഡ് ഇറ്റ്സ് ഇമേജ് അണ്ടർ ദി ഗിവൺ മാപ്പിംഗ്. എന്താണ്? മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആൻഡ് മൈനസ് 5/8 ലെസ് ദാൻ ആൻഡ് റിമൈൻഡർ z ലെസ് ദാൻ 5/8 അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ. അതായത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു റീജിയനാണ് തന്നിട്ടുള്ളത്. ഈ ഒരു റീജിയനിൽ അണ്ടർ ദി മാപ്പ് ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയറിൽ എന്താണ് നമുക്ക് ഇമേജ് കിട്ടുന്നതിൻ്റെ കാര്യം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പിന്റെ പ്രോപ്പർട്ടി എന്താണ്? അത് മാഗ്നിറ്റ്യൂഡിനെ സ്ക്വയർ ചെയ്യും, ആംഗിളിനെ ഡബിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിയെങ്കിൽ ഇതിന്റെ ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ എന്താ ഈ മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് എന്താ? ഒരു സർക്കിൾ ആണ് വിത്ത് റേഡിയസ് 1/2 ആൻഡ് സെന്റർ 0 എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 1/2 ആണ്. അതാണ് നമ്മുടെ എന്ത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ മാഗ്നിറ്റ്യൂഡിനെ എന്താ ചെയ്യുന്നത്? അതിനെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ, അതായത് 1/4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇപ്പുറത്തെ ആ ഒരു ഒമേഗ പ്ലെയിനിലെ ഇമേജിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെയോ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ -5/8ഉം ഇവിടെ എന്താണ് 5/8ഉം ഉള്ളത്. അപ്പം ആംഗിളിനെ ഡബിളാണ് ചെയ്യുന്നത്. അപ്പം 2 × -5/8 ആകും, 2 × 5/8 ആകും. അവിടത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു റീജിയനെ മാപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ് നമുക്ക് തന്നത്. അതെന്താണ്? സർക്കിൾ വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് 1/2. അപ്പം ആറിന് r² നമ്മുടെ ഈ ഒരു ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് ചെയ്യുന്നത്. അപ്പം 1/2നെ 1/4 മാപ്പ് ചെയ്യും. പിന്നെയോ -5/8 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/8. അത് 2 ടൈംസ് വരുമ്പോൾ 2 × -5/8 എന്ന് പറഞ്ഞാൽ -5/4. പിന്നെയോ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/4 എന്ന് കിട്ടും. അപ്പം ഇതാണ് നമുക്ക് ഒമേഗ പ്ലെയിനിൽ കിട്ടുന്ന ആ ഒരു സർക്കിളിന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സ്കെച്ച് ഓർ ഗ്രാഫ്. ഒന്നുകിൽ സ്കെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് ഏകദേശം എന്താന്ന് പറയാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയട്ടെ, നമുക്ക് തന്നത് ഇങ്ങനെയുള്ള ഒരു സർക്കിളിന്റെ പോർഷനാണ്. ഇതെന്ന് പറയുന്നത് 1/2 റേഡിയസ് ഉള്ള 5/2നും -5/2നും നടുക്കുള്ള ഈ ഒരു റീജിയൻ ആണ്. അതിനെ കുറച്ച് എൻലാർജ് ചെയ്തിട്ട് z = 1/4, അതായത് റേഡിയസ് 1/4ഉം പിന്നെ ആംഗിൾ എന്ന് പറയുന്നത് മുകളിലോട്ടേക്ക് 5/4ഉം താഴോട്ടേക്ക് 5/4. ഇതാണ് 5/4 -5/4. ഒന്നുമില്ല, എക്സ് ആക്സിസിന് മുകളിലോട്ട് എടുക്കുന്നതാണ് എന്താണ് പോസിറ്റീവ് 5/4, എക്സ് ആക്സിസിന് താഴോട്ടേക്ക് എടുക്കുന്നതാണ് നെഗറ്റീവ് 5/4. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഓറിയന്റേഷനാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ഓറിയന്റേഷൻ, ഒന്ന് നെഗറ്റീവ് ഓറിയന്റേഷൻ. പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും നെഗറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗത്തെ ഇമേജിനെ കുറച്ച് എൻലാർജ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു ഇമേജാണ് നമുക്ക് Z² എന്ന് പറയുന്നത് ഒമേഗ പ്ലെയിനിൽ തരുന്നത്. ക്ലിയർ ആയിനോ ഈ പ്രോബ്ലം പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്താട്ടെ, ഈ ഒരു പ്രോബ്ലം പറഞ്ഞത് ക്ലിയർ ആയിനോ? ഓക്കെ,
ഇനി ഇതാ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ തരുന്നത് നമ്മളോട് ഇമേജ് കാണാനാ പറയുന്നത് എന്താ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു വൈ ബൈ സോറി എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2ന്റെയും ഇമേജ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0ന്റെയും വൈ ലെസ് ദാൻ 0ന്റെയും ഇമേജ് അണ്ടർ ദി മാപ്പ് ഏതാ ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വൈ ലെസ് ദാൻ 0. ആദ്യം ഞാൻ എടുത്തു എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 2. നമുക്കെന്തറിയാം ഒമേഗ ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു മാപ്പിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈൻസുകൾ എങ്ങോട്ടേക്കാണ് ലെഫ്റ്റ് ഓപ്പൺ ചെയ്ത പാരബോളയിലേക്കും ഹൊറിസോണ്ടൽ ലൈനുകൾ റൈറ്റ് ഓപ്പൺ ചെയ്ത പാരബോളയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതിലെ കാര്യം അറിയാം. നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നത്. ആദ്യം എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 എഴുതുക. അവിടെ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു, വി എന്ന് പറയുന്നത് 2x വൈകളായിരുന്നു. നിങ്ങൾ ഇതൊക്കെ പഠിക്കണേ, എന്നാൽ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ. ഞാൻ മുന്നേ ഇതെല്ലാം പറഞ്ഞു തന്നതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് യുവിൻ്റെയും വിൻ്റെയും ടേംസ് ഓരോരോ മാപ്പിന്റെ അണ്ടറിലും ഇന്നതാ വരുന്നതിന്റെ കാര്യം ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം എക്സ് ഈക്വൽ ടു 1 പറഞ്ഞതാണ് ചെക്ക് ചെയ്യുന്നത്. എവിടെയാണോ നമ്മൾ എക്സുകൾ കാണുന്നത് അവിടെ എന്ത് ചെയ്യാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എക്സ് ഈക്വൽ ടു 1 പിന്നെയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ യു ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ വരും. കാരണം ഇവിടെയായിരുന്നു എക്സ് ഉള്ളത്, അതിൽ ഞാൻ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് വൈ സ്ക്വയർ വരും. സിമിലർ വേ എന്താ വി ഈക്വൽ ടു 2x ഇൻറ്റു വൈ ആണ്. അവിടുത്തെ എക്സിന് 1 കൊടുക്കുമ്പോൾ വി ഈക്വൽ ടു 2y വരും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് y ഇസ് ഈക്വൽ ടു വി ബൈ 2 എഴുതിയെടുക്കാൻ പറ്റും. ഇനി ആ y ഇസ് ഈക്വൽ ടു വി ബൈ 2 എന്നുള്ള കാര്യം നമ്മുടെ ഈ ഇക്വേഷനകത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് യുവിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 0 ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ അതിനൊരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് തന്നതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം എന്താ ഇവിടെ വൈക്ക് പകരം വി ബൈ 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് യു വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് യു. അതിൻ്റെ അതിന് ഒരു നെഗറ്റീവിനെ ഞാൻ ഔട്ട് സൈഡിലേക്ക് ഇട്ടു. അപ്പം വി സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു യു മൈനസ് 1 വരും. ഇതെന്താണ് ഒരു പാരബോളയാണ്, അത് ഓപ്പൺ ടു ദി ലെഫ്റ്റ് ആയിരിക്കും. സിമിലർ വേ എന്ത് ചെയ്യാൻ നമ്മൾ എവിടെയാണോ വൈ കാണുന്നത് അവിടെ 2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വൈ കാണുന്നിടത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പൊ വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആകും. സോറി യു എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ആൻഡ് വി ഇസ് ഈക്വൽ ടു 4x. അവിടെ നമ്മൾ എന്ത് ചെയ്യാം എക്സിന്റെ വാല്യൂ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും വി ബൈ 4 കിട്ടും. അത് നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വി ബൈ 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു യു പ്ലസ് 4 എന്ന് വരും. അതിൻ്റെ അകത്ത് വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാം 16 ഇൻറ്റു യു പ്ലസ് 4 എന്ന് കിട്ടും. ഇതും എന്താണ് ഒരു പാരബോളയാണ്, എങ്ങോട്ടേക്കാണ് ഓപ്പൺ ടു ദി റൈറ്റ് ആയിരിക്കും. അപ്പം y is equal to 2 എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇക്വേഷനും x is equal to 1 എന്ന് പറഞ്ഞ് ഈ ഒരു വെർട്ടിക്കൽ ലൈനിനെയും എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ഒന്ന് ഇതാ ഈ ഭാഗത്തേക്ക് അതായത് ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളയിലേക്കും മറ്റൊന്ന് റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളയുടെ അകത്തേക്കുമാണ് മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഈ ഒരു കാര്യം പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ളൊരു ക്ലാസ് എടുത്ത് തരുന്നത് കൊണ്ടാണ്. നമ്മുടെ ക്ലാസ് ടൈമിൽ ഇങ്ങനെ എന്താ പ്രോബ്ലം ചെയ്യിക്കാറില്ല, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരിക ചെയ്യല്. പക്ഷേങ്കിൽ ഒന്നൊരു എന്താ പറയുക ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ക്ലിയർ ആയല്ലോ ഈ ഒരു കാര്യം? എന്തെങ്കിലും എവിടെയെങ്കിലും വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ തന്നെ എന്നോട് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ട് ക്ലിയർ ആക്കുക. ഒന്നുമില്ല, നിങ്ങൾ ആ ഒരു മാപ്പിംഗ് 4 ടൈപ്പ് മാപ്പിങ്ങിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളോട് ഒരു എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 അണ്ടർ ദ മാപ്പ് സെറ്റ് സ്ക്വയർ ചോദിച്ചിട്ടുണ്ട്. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സുകൾ ഗ്രേറ്റർ ദാൻ 0 ഈ ഒരു പോർഷൻ വരും. പിന്നെയോ വൈ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ വരും. അപ്പോൾ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ പോർഷനായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പോർഷൻ കിട്ടും. ഇതിൻ്റെ ഇമേജാണ് നമ്മളോട് ചോദിക്കുന്നത് അണ്ടർ ദി മാപ്പ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സെറ്റ് സ്ക്വയറിൽ വി എന്ന് പറയുന്നത് 2xy ആണെന്നറിയാം. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവും വൈ എന്ന് പറയുന്നത് നെഗറ്റീവാണ്.
അപ്പോൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് ഒമേഗ പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടും? ബി ലെസ് ദാൻ 0 ആയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മുടെ മാപ്പായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടില്ലേ? ഈ ഒരു പ്രോബ്ലം പറഞ്ഞത് എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ലെസ് ദാൻ 0 എന്നുള്ള ഈ ഒരു പ്രോബ്ലം പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ. വോയിസ് കമന്റ് ചെയ്തട്ടെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വല്ലോ എന്നുള്ള കാര്യം. എന്തായാലും എവിടെയെങ്കിലും ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കാണ്ട് നിൽക്കാൻ പാടില്ല. എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാൽ റോൾ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, അതിലില്ലേ 8, 9, 10, 11, 12. വൈഷ്ണവില്ല. ഓക്കെ, വൈഷ്ണവ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ PDF നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം. എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, ആൻസേഴ്സിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നോക്കാം. എക്സാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെല്ലാവരും വൃത്തിക്ക് പഠിക്കാം. ചിലപ്പോൾ ഞാൻ എക്സ്ട്രാ പുറമേയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത അവർ നമുക്ക് കാണാം. 3rd അവർ ഞാൻ തന്നെയായിരിക്കും. നമുക്ക് 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.